ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ NSS ആസ്ഥാനത്തെത്തുന്നു. തത്സമയ ദൃശ്യം. ഈ വാർത്തയിലാണോ? ഈ വാർത്ത അവിടെ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട്. അരുൺ, ഇന്ന് ഒരു സോഷ്യൽ റീഫോം നമുക്കൊരിക്കലും മറക്കാനാകാത്ത, സമൂഹത്തിന് ഒരുപാട് നന്മകൾ നൽകി വിട പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനമാണ്. ഇന്ന് എന്തൊക്കെ പരിപാടികളാണ് ഈ NSS ആസ്ഥാനത്ത് ഒരുക്കിയിട്ടുള്ളത്? അദ്ദേഹത്തെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് കേരളം? യെസ്, 149ാമത് മന്നം ജയന്തി ആഘോഷം നടക്കുകയാണ്. അവിടെ ആഘോഷത്തിൽ പങ്കെടുക്കാനായി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പെരുന്ന ആസ്ഥാനത്തെത്തി. അരുൺ കൊടുങ്ങൂറുണ്ട് അവിടെ നിന്നും വിവരങ്ങൾ നൽകാൻ. അരുൺ, നമുക്കറിയാം ഈ മന്നം സമൂഹത്തിന് വേണ്ടി നൽകിയ സംഭാവനകൾ. പറഞ്ഞോളൂ അരുൺ. അരുൺ, കേൾക്കാൻ സാധിക്കുമെങ്കിൽ ഈ മന്നം പത്മനാഭന്റെ 149ാമത് ജയന്തി ആഘോഷമാണ്. എങ്ങനെയാണ് NS ആസ്ഥാനത്ത് ഈ ആഘോഷ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്? തീർച്ചയായും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സമൂഹം എന്ന നിലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ തങ്ക ലിപികളാൽ എഴുതപ്പെട്ട ഒരു പേര് കൂടിയാണ് മന്നത്ത് പത്മനാഭൻ എന്നുള്ളത്. ആ ഒരു ദിവസം ഏറ്റവും പ്രധാനമായി നടക്കുന്നത് ആ ഒരു ചടങ്ങാണ്, പുഷ്പാർച്ചനയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരടക്കം നിരവധി ആളുകളാണ് ഇന്നലെയും ഇന്നുമായി ആ ഒരു പുഷ്പാർച്ചന നടത്താനായി ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്, പുഷ്പാർച്ചന നടത്തിയിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ട് ഇരിക്കുന്നത്. അതോടൊപ്പം തന്നെ NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരും ഒപ്പം ഈ ഒരു പുഷ്പാർച്ചനയിൽ ഉണ്ട്. ഏതായാലും അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, അനാചാരങ്ങൾക്കെതിരെ, അയിത്തത്തിനെതിരെ അത് നടത്തിയ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ തന്നെയാണ് എന്നും സ്മരിക്കപ്പെടുന്നത്. സമഗ്രമായ ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒക്കെ തന്നെയും പോകുന്നു. സാമൂഹ്യ അനാചാരങ്ങൾക്കെതിരെ അത് കൃത്യമായുള്ള പോരാട്ടം, അതോടൊപ്പം തന്നെ നീതിയും സമത്വവും കെട്ടിപ്പടുക്കാൻ, ഒരു സമൂഹത്തെ ആത്മാഭിമാനമുള്ള ഒരു ജനതയാക്കി വളർത്തിയെടുക്കാൻ അദ്ദേഹം കാണിച്ച തൻ്റെ ഇടം, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അതൊക്കെ തന്നെയാണ് ഇവിടെ ഏറ്റവും ശ്ലാഘനീയമായിട്ടുള്ള കാര്യം. കാലങ്ങൾക്കപ്പുറത്തേക്കും വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് എടുത്തു പറയുന്നത്. എന്തായാലും ശക്തമായ ഭാരതം ഈ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ തന്നെയാണ് എന്നും ഓർമ്മ ഒക്കെയും ചെയ്യുന്നത്. എന്തായാലും NSS കാണുകയും ചെയ്തിരിക്കുന്നതിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അതിൻ്റെ കാഴ്ചയാണ്. സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽപ്പെട്ട നിരവധി ആളുകളാണ് ഇന്നലെയും ഇന്നുമൊക്കെയായി ഈ പുഷ്പാർച്ചന നടത്താനായി ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും അല്പസമയങ്ങൾക്ക് ശേഷം 11 മണിയോടെയാണ് സമ്മേളനം നടക്കുക. ഏതായാലും അതിനായുള്ള ക്രമീകരണങ്ങളൊക്കെ ഉണ്ട്.
യെസ് 149ാമത് മന്നം ജയന്തി ആഘോഷത്തിൽ ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എത്തിയപ്പം ഇപ്പോൾ സുകുമാരൻ നായരുമായൊക്കെ സംവദിക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, സംഘടിച്ച് ശക്തരാകുക എന്ന സന്ദേശത്തിലൂടെ ഒരു ജനതയെ മുഴുവൻ ഉണർത്തിയ മഹാപുരുഷനാണ് ഈ മന്നത്ത് പത്മനാഭൻ. കേരളത്തിൻ്റെ സാമൂഹിക ചരിത്രത്തിൽ വിപ്ലവം സൃഷ്ടിച്ച അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ്. ഭാരത കേസരി എന്ന രാജ്യം ആദരവോടെ വിളിച്ച ആ കർമ്മയോഗിയുടെ സ്മരണകളിൽ ഇന്ന് കേരളം ഒരിക്കൽ കൂടി കടന്നു പോകുകയാണ്. ഇപ്പോൾ ആസ്ഥാനത്ത് NSS ആസ്ഥാനത്ത് വിപുലമായ ആഘോഷ പരിപാടികൾ അദ്ദേഹത്തെ ഓർത്തെടുക്കുകയാണ്. കേരളം മുഴുവൻ പുഷ്പാർച്ചനയൊക്കെ നടത്തി. ഇനി വരും മണിക്കൂറുകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ജയന്തി ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാൻ സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ള ആൾക്കാർ എത്തിച്ചേരുമെന്നാണ് ഞങ്ങളുടെ പ്രതിനിധി അരുൺ പങ്കുവച്ച വിവരം. നമുക്കറിയാം, ഈ അയിത്തത്തിനും അനാചാരങ്ങൾക്കും ഒക്കെ എതിരെ പോരാടിയത് ഇദ്ദേഹം സ്വന്തം സമുദായത്തെ തിരുത്തിക്കൊണ്ടാണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വീതിയിലൂടെ അദ്ദേഹം നടത്തിയ പദയാത്രകളൊക്കെ ഇന്നും നമുക്ക് വലിയൊരു പാഠമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സുകുമാരനുമായി സംവദിക്കുകയാണ്. 149ാമത് മന്നം ജയന്തി ആഘോഷമാണ്. ഒരിക്കലും നമുക്ക് മറന്നുകൂടാനാകാത്ത ഒരു വിപ്ലവകാരിയാണ്. ചരിത്രം തിരുത്തിക്കുറിച്ച ഒരു മഹാനാണ്, വീരപുരുഷനാണ് ഈ മന്നത്ത് പത്മനാഭൻ. അരുണുണ്ട് അവിടെ നിന്നും വിവരങ്ങൾ നൽകാൻ. അരുൺ, നമ്മുടെ സമൂഹത്തെ ഇത്രത്തോളം റീഷേപ്പ് ചെയ്ത ഒരു നേതാവാണ്. സ്വന്തം സമുദായത്തെ തിരുത്തിക്കൊണ്ടാണ് അദ്ദേഹം പല കാര്യങ്ങളും ഇവിടെ സ്ഥാപിച്ചത്. എന്തായാലും ഇന്നിപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കം ഇപ്പോൾ ഈ NSS ആസ്ഥാനത്തുണ്ട്. എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ഒപ്പം ഇന്ന് എന്തൊക്കെ ചടങ്ങുകൾക്കാണ് മന്നത്ത് പത്മനാഭന്റെ ആഘോഷ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് പ്രധാനപ്പെട്ട ചടങ്ങ് സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള. അതെ, തീർച്ചയായും കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാന ചരിത്രത്തിലെ സൂര്യ തേജസ് മന്നത്ത് പത്മനാഭന്റെ ജന്മദിനമാണ്. ഭാരത കേസരി എന്ന് നമുക്കറിയാം, രാജ്യമാതൃവോടെ വിളിച്ച പുരുഷൻ നമുക്ക് നൽകിയത് വെറുമൊരു സമുദായ സംഘടനയല്ല, മറിച്ച് തല ഉയർത്തി നിൽക്കാനുള്ള ആത്മബോധം കൂടിയാണ്. എന്തായാലും ഇപ്പോൾ ഈ NSS ആസ്ഥാനത്ത് അതിൻ്റെ ചടങ്ങുകളൊക്കെ പുരോഗമിക്കുകയാണ്. സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള രാഷ്ട്രീയ നേതാക്കളും ജനങ്ങളുമൊക്കെ ഈ ആഘോഷത്തിൽ പങ്കെടുക്കാനും അദ്ദേഹത്തെ സ്മരിക്കാനും അദ്ദേഹത്തിനെ ഓർമ്മിക്കാനുമൊക്കെ ഒത്തുകൂടുകയാണ്. നമുക്കറിയാം, ഒരു നൂറ്റാണ്ടിന് മുൻപ് അനാചാരങ്ങളുടെ ഇരുൾ പടർന്ന നമ്മുടെ കേരളക്കരയിൽ സംഘടിച്ച് ശക്തരാകുക എന്ന മന്ത്രവുമായി അദ്ദേഹം ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വിരിമാറിലൂടെ സവർണ ജാഥ നയിച്ചപ്പോൾ അത് ജാതിക്കോട്ടകൾ തകർക്കാനുള്ള പടപ്പുറപ്പാട് കൂടിയായിരുന്നു ഇപ്പോൾ